അപ്പം പ്രത്യേകിച്ച് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാത്ത ഒരാളായതുകൊണ്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് മിക്ക വന്നവരും പലരും. അപ്പം ഞാൻ പല സിനിമകളും കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു. അവരൊന്നും ഒരിക്കലും അവരുടെ സിനിമ മോശമാക്കണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ എവിടേക്കും അവരുടെ കാൽക്കുലേഷൻ പാളി പോകുന്ന സമയത്ത് വീണുപോയ സിനിമകളുണ്ട്. അതിലും നന്നായ ഓഡിയൻസ് ഉടൽ എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടി. ഒടുക്കം ഇപ്പോൾ നദികൾ നല്ല അഭിപ്രായം കിട്ടും. സന്തോഷം. എന്നാൽ ഒരു ദിവസം എത്ര കഥ വരെ കേൾക്കാറുണ്ട്? എല്ലാ ദിവസവും ഞാൻ കഥ കേൾക്കുന്ന ആളാണ്. അത് ഒരുപാട് സിനിമ ചെയ്യാൻ വേണ്ടി കഥ കേൾക്കുന്നില്ല. അങ്ങനത്തെ ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സെഷൻസിലൂടെയാണ് പലപ്പോഴും നമ്മൾ കഥകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അത് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. നാളെ ഞാനൊരു കഥ ആലോചിക്കുമ്പോഴും ചിലപ്പോൾ അയാൾ പറയുന്ന ഒരു കഥയിലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു സംഭവത്തിന് എനിക്കൊരു എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നറേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ആണ് നമുക്ക് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ ഇൻട്രാക്ഷനിലൂടെയാണ് നമ്മൾ പലപ്പോഴും പുതിയ പുതിയ സബ്ജക്റ്റുകളും ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം മിനിമം ഈ പറഞ്ഞ പോലെ 1-2 സബ്ജക്റ്റുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും കഥകൾ കേൾക്കുന്നതല്ല, എന്നാൽ പോലും വരുന്ന കഥകളൊക്കെ ഞാൻ മിക്കതും കേൾക്കാറുണ്ട്.